ശുഭദിനം എല്ലാവർക്കും. അപ്പൊ നമ്മളിന്നൊരു കല്യാണത്തിന് പോകുന്നേ. എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ ഒരു കല്യാണമാണ്. അപ്പൊ അടുത്ത വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തുള്ള സംഭവം ഒന്നും അറിയില്ല. നമ്മള് തലേന്ന് ഇന്നലെ പോയിട്ടേനും, പക്ഷെ ഇന്നലെ അധികം നേരം നമ്മളവിടെ നിൽക്കാത്തോണ്ട് അധികം വീഡിയോ നിർത്തിയിട്ടില്ല. അപ്പൊ നമുക്കിന്ന് അവിടെ പോയിട്ട് നോക്കി നോക്കാം എന്തെല്ലാം ഉള്ളേന്ന്. അപ്പൊ അതിന്റെ ഇടയിൽ അവിടെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും നല്ല വിഷ്വൽസ് ഉണ്ടെങ്കിൽ അതും കൂടി അപ്ലോഡ് ചെയ്യാം. അപ്പൊ വീഡിയോയിലേക്ക് നമ്മളങ്ങനെ പ്രകൃതി രമണീയമായ പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി എത്തിയിട്ടുണ്ട്. ചെറുപ്പളശ്ശേരിയിലാണ് കല്യാണം. എൻ്റെ വീട് ചെറുപ്പളശ്ശേരിയാണ്. അപ്പോൾ ഈ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇടത്തറയുണ്ട്, ഇവിടെ തന്നെ എൻ്റെ വീട്. ആറേങ്കാവ്, അതാണ് ഈ സ്ഥലത്തിന്റെ പേര്. ചെറുപ്പളശ്ശേരിയില് ആറേങ്കാവ് ആണ് സ്ഥലം. നമ്മളവന്റെ വീട്ടില് എത്തി. അപ്പോ രാവിലെ തന്നെ എല്ലാരും ചായ കുടിക്കുന്ന തിരക്കിലുള്ളത്. അപ്പൊ നമുക്കും അങ്ങനെ സഹായിച്ചു കൊടുക്കണ്ടേ ചായ കുടിച്ചിട്ട്. ചിക്കൻ റെഡി ആയി വരുന്നുണ്ട്. കല്യാണം കുറച്ച് ദൂരമുള്ളൊരു ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയ ചടങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇതാണ് ഓഡിറ്റോറിയം. ഇത് ഈ ഏരിയയിലുള്ള ചടങ്ങാണോ അതോ ഓഡിറ്റോറിയത്തിന്റെ അവരുടെ ഒരു പുതിയ സ്റ്റൈലാണെന്നുള്ള കാര്യം അറിയില്ല. ഒരു കൊട പോലെ ആക്കിയിട്ട് വരനെ മണ്ഡപത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ് അവരാക്കിയത്. അതിനകമ്പടിയായിട്ട് പഞ്ചവാദ്യം കൂടിയുണ്ട്. അതോടുകൂടിയിട്ടാണ് വരനെ അവര് സ്വീകരിച്ചിട്ടുണ്ടായത്. വരനെ സ്വീകരിച്ച അതേ സ്റ്റൈലിൽ തന്നെയാണ് വധുവിനെ മണ്ഡപത്തിലേക്ക് ആനയിക്കുന്നത്. താലികെട്ട് കഴിഞ്ഞു, മാലയിടലും കഴിഞ്ഞു, കുരവിടലും കഴിഞ്ഞു, ബൊക്കമാറലുമായി. അത് കഴിഞ്ഞ് മണ്ഡപം 3 തവണ വലം വെക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഫോട്ടോസെഷനും പിന്നെ ഭക്ഷണം. അതും കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കയറുന്നൊരു ചടങ്ങുണ്ട്. അതും കൂടി ഒരു ചടങ്ങിലേക്ക് ഉള്ളത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തിന്റെ ഒരു ചടങ്ങെല്ലാം കഴിയും. ഇതാണ് വിവാഹത്തിന്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.